ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജോലിയും കൂലിയും ഇല്ലായിരുന്ന സമയത്താണ് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വീഡിയോ ചെയ്യാൻ ചോദിച്ചത്. അപ്പോൾ ഒരു കണ്ടൻ്റ് ഒന്നും കിട്ടുന്നില്ല, എന്ത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ അടുക്കളയിട്ട് പോയപ്പോൾ എൻ്റെ ഒരു സവാള അരിഞ്ഞ് തരാൻ അപ്പോൾ ചെയ്യാം. അപ്പോൾ കണ്ടൻറ്റ് കിട്ടി. സവാള എങ്ങനെ സവാള സ്പീഡ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. വേണ്ട എന്ന് പറഞ്ഞാൽ അരിയാം. ഇത് ഗൾഫിൽ വെച്ച് പഠിച്ചത്. 5 വർഷം ഗൾഫിലുണ്ടായിരുന്നു. അവിടെ ചിക്കൻ കറിയും മീൻ കറിയും എല്ലാം സവാളയിൽ തന്നെ, എല്ലാം ഒരേ മെത്തേഡ് തന്നെ. ആദ്യമൊക്കെ പോയ സമയത്ത് കഷ്ടപ്പെട്ടു അങ്ങനത്തെയുള്ള മീൻ കറികളൊക്കെ കഴിക്കാൻ. ഇവിടുത്തെ രീതി വേറെ ആയിരുന്നു. അത് പോട്ടെ. സവാള അരിഞ്ഞെന്തായാലും ഗൾഫിൽ പോയതിനു ശേഷം സവാള അരിഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ സ്പീഡ് അരിയാം നോക്കിക്കോ. സവാള എടുക്കുക, സവാളയുടെ ഒരു കട്ടിയുള്ള ഭാഗമുണ്ട്, അതിനാദ്യം എടുത്ത് കളയണം. അല്ലെങ്കിൽ അത് ഇത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇളകി മാറാൻ നിൽക്കുക. നമ്മൾ വഴറ്റുമ്പോൾ അയക്കുക, വെയിറ്റ് അങ്ങനെ നഖത്തിൻ്റെ എൻഡ് ഉണ്ട്. ആ എൻഡിൽ ഈ കത്തിയുടെ സൈഡ് ഈ സൈഡ് ഇങ്ങനെ കൊണ്ട് ചേർന്ന് പോകണം. ഒരുപാട് പൊങ്ങാനും പാടില്ല. ഒരുപാട് പൊങ്ങിയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിരലോട് കൂടി കട്ടായി പോകും. ശകലം മാത്രം, ആ സവാളയിൽ നിന്ന് ശകലം ടോപ്പിൽ മാത്രം നിൽക്കുക. ആദ്യം ചെറുതായിട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് പിന്നീട് റെഡിയാവും. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ കേസ്. നൈസായിട്ട് കിട്ടും, നൈസായിട്ട്. എൻ്റെ മൊബൈൽ ഇത്രയേ ക്ലാരിറ്റിയേ ഉള്ളൂ. സാധനം നൈസാണ്. വളരെ പെട്ടെന്ന് അരിഞ്ഞെടുക്കാം. ഗൾഫിൽ കാർപ്പൻട്രി വർക്കായിരുന്നു. പിന്നെ നമ്മളെ ചോദിക്കുന്നത് ഗൾഫിൽ കാർപ്പൻട്രി വർക്കായിരുന്നു, അതേ ഹോട്ടൽ പണിയായിരുന്നതാണ് ചോദിക്കുന്നത്. ഇതുപോലെ സ്പീഡ് അരിഞ്ഞെടുക്കാം. അടുത്തൊരു വീഡിയോയുമായിട്ട് ഇനി വീണ്ടും വരാം. എന്തെങ്കിലും കണ്ടൻറ്റ് കിട്ടുമോ നോക്കട്ടെ. ഇതുപോലെ എന്തെങ്കിലും 500 വിദ്യകളോ വല്ല വീണ് കിട്ടും നോക്കട്ടെ. ശരി എന്നാൽ ബൈ, ഗുഡ് ബൈ.